ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും ആ ഒരു വിവാദമായ പാരഡിക്കെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പാടിയവർക്കെതിരെയും പ്രചരിപ്പിച്ചവർക്കെതിരെയും അത് എഴുതിയവർക്കെതിരെയൊക്കെ കേസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസൊക്കെ അങ്ങ് പിൻവലിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ആ ഒരു പാട്ടൊക്കെ കാണാമല്ലോ, കേൾക്കാമല്ലോ, പാടാമല്ലോ. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂട്ടിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ, പോറ്റിയേ കേറ്റിയേ, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂട്ടിയേ, ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മനകേറ്റി, അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി, പോറ്റിയേ കേറ്റിയേ, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, വയനാടിന്റെ ദുരന്തമകറ്റാൻ ഫണ്ട് കൊടുത്തു നാട്ടാര്, കോടികളേറെ തട്ടിപ്പാക്കി ഫണ്ട് വളർത്തി വന്മാരെ, പോറ്റിയേ കേറ്റിയേ, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, ആശാവർക്കറെ റോട്ടിലിറക്കി ഭരണക്കാരൻ ആരപ്പ, അക്രമ ഭരണവും അഴിമതി ശരണം കാരണഭൂതം അവരപ്പ, പോറ്റിയേ കേറ്റിയേ, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, പോറ്റിയേ കേറ്റിയേ, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? എന്തൊക്കെയായിരുന്നു പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട്, എന്ന പാരഡി പാട്ട് എഴുതിയവർക്കെതിരെയും പാടിയവർക്കെതിരെയും പ്രചരിപ്പിച്ചവർക്കെതിരെയും, എന്തിന് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെയൊക്കെ കേസെടുക്കും, പെട്ടെന്ന് എല്ലാവരും നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയൊക്കെ ആയിരുന്നു. ഇപ്പം എന്ത് പറ്റി? കേസും പിൻവലിച്ചു, ഒരു കുഴപ്പമില്ല. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാരണം ഈ ഒരു പാരഡി പാട്ട് പാടിയവർക്കെതിരെയൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ, അല്ല കേസ് എടുത്തതിന് ശേഷം തന്നെ അല്ലെങ്കിൽ 100-ൽ പരം ഇതുപോലുള്ള പാരഡികൾ ഇറങ്ങിക്കഴിഞ്ഞു. ഈ ഗാനം തന്നെ പല ആൾക്കാരും പാടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എല്ലാവർക്കും എതിരെ കേസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പരാതി കൊടുത്തവർക്ക് മനസ്സിലായി ഈ പരാതി കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, പകരം ദോഷമേ ഉണ്ടാകുള്ളൂ എന്ന് നല്ല വ്യക്തമാക്കി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു പരാതി അങ്ങ് റദ്ദാക്കി. എന്തായാലും നല്ലൊരു തീരുമാനം. കാരണം നമ്മളും ചാനലിലൊക്കെ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു പാട്ടൊക്കെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുമൊക്കെ ആ ഒരു വീഡിയോസൊക്കെ നീക്കം ചെയ്യേണ്ടി വന്നേനെ. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ആ പാട്ട് പാടാം, എന്ത് വേണേലും ചെയ്യാം. പോറ്റിയേ കേറ്റിയേ, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്ത. എന്നാലും നല്ല പാട്ട് തന്നെയാണ് കേട്ടോ. എന്തായാലും ഇത് 1-ാം ഭാഗമാണ്, ഇതിൻ്റെ 2-ാം ഭാഗമുണ്ട്. അത് എത്രയും പെട്ടെന്ന് വരട്ടെ. അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. കാരണം ഇതൊക്കെ ചിലർക്കുള്ള മറുപടിയാണ്. കാരണം ചില ആൾക്കാർ ചെയ്യുന്ന കള്ളത്തരങ്ങൾ ഇതുപോലെ പല പാട്ടുകളിലൂടെ വന്നപ്പോൾ ആ കള്ളത്തരം ചെയ്തവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുരു പൊട്ടി. പിന്നെ അവർക്ക് ഈ പാട്ട് എഴുതിയവർക്ക് അല്ലെങ്കിൽ ഈ പാട്ട് പ്രചരിച്ചവർക്കെതിരെ കേസ് എടുക്കാതെ വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ കേസ് അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ഇത് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് അതിനപ്പുറത്തെ പണിയാകുമെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ ഈ ഒരു കേസ് റദ്ദാക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. എന്തായാലും പോറ്റിയെ കേറ്റിയെ ആ ഒരു പാട്ടിൻ്റെ 2-ാം ഭാഗം ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് അത് എഴുതിയ ആ ഒരു ആൾ പറയുന്നത്. എന്തായാലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ കേസ് എടുക്കാനാണെങ്കിൽ കേരളത്തിലൊരു 80% ആൾക്കാരുടെയും പേർക്ക് കേസ് എടുക്കേണ്ടി വരും. കാരണം എല്ലാവരും ഇപ്പം ഈ പാട്ട് തന്നെയാണ് പാടിക്കൊണ്ട് നടക്കുന്നത്. അയ്യപ്പനോട് ഇത്ര ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ കക്കാൻ പോവായിരുന്നു, അയ്യപ്പന്റെ മുതൽ കക്കാൻ പോവായിരുന്നു. സ്വർണം കട്ടപ്പോഴും കുഴപ്പമില്ലായിരുന്നു, വലിപ്പിച്ചോണ്ട് പോയപ്പോഴും കുഴപ്പമില്ലായിരുന്നു. ഒരു പാട്ടിറങ്ങിയപ്പം അതിന് കേസ്, പാട്ട് പാടിയവർക്കും കേസ്, എഴുതിയവർക്കും കേസ്. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. എങ്കിൽ പിന്നെ ഈ പാട്ട് എഴുതിയവർക്കും പാടിയവർക്കും എതിരെ എന്താ കേസെടുക്കാത്തെ? അവന്മാർക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാം. ഈ പാട്ടൊന്ന് കേട്ടു നോക്ക്.
അയ്യപ്പനെ അവഹേളിച്ചെന്നുള്ള രീതിയിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും തെണ്ടിത്തരമായിട്ടാണ് ഈ പാട്ട് പാടിയത്. അപ്പൊ ഈ പാട്ട് എഴുതിയവർക്കെതിരെ കേസെടുക്കാത്ത എന്താ? കുറുക്കനെ ഉസ്മാനെ നായേ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. ഹലോ പോലീസ് സ്റ്റേഷൻ. എന്നാ പിന്നെ എയർ ഇന്ത്യക്ക് എടുക്കല്ലേ? മരിപ്പിനെത്തിയിട്ടില്ലെങ്കിൽ ഏഴിൻ്റെ എത്താലോ. പോറ്റിയെ കേറ്റിയെ പോറ്റിയെ കേറ്റിയെ. ഹലോ പോലീസ് സ്റ്റേഷൻ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. പോറ്റിയെ പോലീസ് സ്റ്റേഷൻ സ്വർണം ചെമ്പായി മാറ്റിയെ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. പോറ്റിയെ. ഹലോ പോലീസ് സ്റ്റേഷൻ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. ഹലോ പോലീസ് സ്റ്റേഷൻ. ശരി ഇപ്പൊ തന്നെ കേസ് എടുക്കാം കേട്ടോ. ഇങ്ങനെ പോയാലും പോറ്റി കേസിന് മാത്രമായിട്ട് സ്റ്റേഷൻ പണിയേണ്ടി വരുമല്ലോ. എനിക്ക് ഈ പാട്ടിന്റെ രീതിയിലെ പ്രശ്നമുള്ളൂ. രീതി മാറ്റി വിളിച്ച പ്രശ്നമില്ല. എയ്ത്ത് പ്രശ്നമില്ല. എനിക്ക് വരികളെ നമുക്ക് പ്രകടനാക്കി വിളിക്കാം. പോറ്റിയെ കേറ്റിയെ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. സ്വർണം ചെമ്പായി മാറ്റിയേ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ. ശസ്താവിന്ദനെ മൂറ്റിയേ. ശസ്താവിന്ദനെ മൂറ്റിയേ. സ്വർണം കട്ടവനാരപ്പ. സ്വർണം കട്ടവനാരപ്പ. സകൽക്കളാണ് അയ്യപ്പ. സകൽക്കളാണ് അയ്യപ്പ. മോഹം മാറ്റിയതാരപ്പ. മോഹം മാറ്റിയതാരപ്പ. സകൽക്കളാണ് അയ്യപ്പ. സകൽക്കളാണ് അയ്യപ്പ. സ്വർണം കട്ടവനാരപ്പ. സ്വർണം കട്ടവനാരപ്പ. സകൽക്കളാണ് അയ്യപ്പ. സകൽക്കളാണ് അയ്യപ്പ. മോഹം മാറ്റിയതാരപ്പ. സകൽക്കളാണ് അയ്യപ്പ. പോറ്റിയെ കേറ്റിയെ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. സ്വർണം ചെമ്പായി മാറ്റിയേ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ. ശസ്താവിന്ദനെ മൂറ്റിയേ. ശസ്താവിന്ദനെ മൂറ്റിയേ. ആചാരങ്ങളെ ലംഘിക്കാൻ. ആചാരങ്ങളെ ലംഘിക്കാൻ. അമ്മിണിമാരെ മലകേറ്റ്. അമ്മിണിമാരെ മലകേറ്റ്. അകവും പുറവും കൊള്ളയടിക്കാൻ. അകവും പുറവും കൊള്ളയടിക്കാൻ. നിയമിച്ചുള്ളൊരു പോറ്റിയെ. നിയമിച്ചുള്ളൊരു പോറ്റിയെ. സ്വർണം കട്ടവരാരപ്പോ. കട്ടവരാരപ്പോ. സകൽക്കളാണ് അയ്യപ്പോ. സകൽക്കളാണ് അയ്യപ്പോ. സ്വർണം കട്ടവരാരപ്പോ. സ്വർണം കട്ടവരാരപ്പോ. സകൽക്കളാണ് അയ്യപ്പോ. സകൽക്കളാണ് അയ്യപ്പോ. സത്യം പറഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ. പരാതി എടുക്കാനാണ് അല്ല കേസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും. അതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ.